നമ്മൾ പോകുന്ന വഴിയിലുള്ള ഫസ്റ്റ് അട്രാക്ഷനാണ്. ഇതിനുള്ളിൽ പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ആക്കി കൊടുത്തിരിക്കുക. ഗോവയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? എന്തോ വരാൻ പോകുന്ന എന്റെ മനസ്സ് പറയുന്നു. ബീച്ച് ആണെങ്കിൽ രാസ്ത കോൺസി ബീച്ച് ബീച്ച്. ഹായ് ഫ്രണ്ട്സ്, കേരളത്തിൽ നിന്നും ഗോവയിലേക്ക് ബൈക്കിൽ ട്രിപ്പ് പോകുന്നവർക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ പ്ലാനാണ് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ കർണാടകയിലെ കാർവാർ എന്ന സ്ഥലത്ത് നിന്നാണ്. കാർവാർ എന്ന ഈ സ്ഥലം കർണാടകയിലെ ലാസ്റ്റ് സിറ്റിയാണ്. അതായത് ഉത്തര കന്നഡ എന്ന ഡിസ്ട്രിക്റ്റാണ്. മലയാളികളെല്ലാവരും നമ്മൾ ഗോവയിൽ പോകാറുണ്ട്. പക്ഷേ നമ്മൾ ഗോവയിൽ പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പോകുന്നത് ബാദാ ബീച്ച്, കലാങ്കോട്ട് ബീച്ച്, അഞ്ജുന ബീച്ച് അങ്ങനെയുള്ള ഏരിയ മാത്രം കറങ്ങി 2 ദിവസം 3 ദിവസം നമ്മൾ കറങ്ങിയിട്ട് തിരിച്ചു പോകാറുണ്ട് പതിവ്. എന്നാൽ നമ്മൾ ഇന്ന് പോകുന്ന അങ്ങനത്തെ പ്ലേസിലല്ല, കുറച്ചുകൂടെ ഡിഫറൻ്റ് ആയിട്ടുള്ള, അതായത് കുറച്ചുകൂടെ അഡ്വഞ്ചർ ആയിട്ടുള്ള കുറച്ച് പ്ലേസാണ്. അതായത് ബൈക്കേഴ്സിന് ഏറ്റവും കൂടുതൽ നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ട്രിപ്പാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പോകുന്ന വഴിയിലുള്ള ഫസ്റ്റ് അട്രാക്ഷനാണ് നമ്മുടെ ഈ കാർവാർ ടണൽ. ജസ്റ്റ് നമുക്ക് 2 ഫോട്ടോ എടുക്കാൻ ഒരു ബെസ്റ്റ് പ്ലേസാണിത്. ടണൽ ഇറങ്ങിയിട്ടുള്ള അടുത്ത അട്രാക്ഷൻ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ കഴിയുന്ന കാർവാർ ബീച്ചാണ്. അതുപോലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ നേവൽ ബേസായ ഐനസ് കടമ്പ സ്ഥിതി ചെയ്യുന്നത് കാർവാറിലാണ്. ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇന്ത്യൻ നേവിയുടെ ഒരു ചെറിയ ഒരു മ്യൂസിയം ടൈപ്പ് സെറ്റപ്പാണ്. അതായത് ഒരു ഡീകമ്മീഷൻ ചെയ്ത ഒരു ചെറിയൊരു ഷിപ്പും അതുപോലെ തന്നെ ഒരു എയർക്രാഫ്റ്റുമാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഇതിനുള്ളിൽ പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ആക്കി കൊടുത്തിരിക്കുന്നത്. ആർക്ക് വേണം അതിനുള്ളിൽ കയറാൻ പറ്റും. അങ്ങനെ നമ്മൾ ലാസ്റ്റ് സ്വർഗത്തിലേക്കുള്ള കവാടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ കർണാടകയിൽ നിന്നും ഗോവയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാണുന്നത് ഗോവ ചെക്ക് പോസ്റ്റാണ്. ഇവിടെ ഇപ്പോൾ നോക്കുക, റൈറ്റ് സൈഡിൽ കണ്ടോ, ഈ വണ്ടിയെല്ലാം പിടിച്ചിരിക്കുന്നത് നമ്മുടെ മലയാളികളുടെയും അതുപോലെ തന്നെ അങ്ങോട്ടുള്ളവരുടെ വണ്ടിയാണ്. അവർ നമ്പർ നോക്കിയാണ് പിടിക്കുന്നത്. ഇത് മൊത്തം കുപ്പി ചെക്കിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, മദ്യത്തിന്റെ മണം തന്നെ. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴി 2 സൈഡിൽ നോക്കിയാലും മൊത്തം കടകളാണ്. ഇപ്പോൾ കടകൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വല്ല പലചരക്കടയോ വല്ല ഹോട്ടലോ ഒക്കെയാണ്. പക്ഷേ ഒന്നുമല്ല, ഇതെല്ലാം ഗോവയിലെ വൈൻ ഷോപ്പുകളും അതുപോലെ തന്നെ ലോക്കൽ ബാറുകളുമാണ്. ഗോവയിൽ കയറിയതിന് ശേഷമുള്ള ആദ്യത്തെ ബീച്ചാണ് പോളം ബീച്ച്. അങ്ങോട്ടുള്ള വഴിയാണെങ്കിൽ ലെഫ്റ്റിലോട്ട് കാണുന്ന വഴി. ആ ബീച്ച് ഞാൻ സ്കിപ്പ് ചെയ്യാണ്, കാരണം അതൊരു ജസ്റ്റ് നോർമൽ ബീച്ചാണ്. ചിലർക്ക് ഈ പോളം ബീച്ചും പാലോലം ബീച്ചും തമ്മിൽ തെറ്റിപ്പോകാറുണ്ട്. രണ്ടും ഡിഫറൻ്റാണ്. ഗോവയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം പെട്രോൾ കാലിയൊക്കെ വേണം ഇങ്ങോട്ട് വരാൻ. കാരണം ആദ്യത്തെ പെട്രോൾ പമ്പാണ് കാണുന്നത് ലെഫ്റ്റ് സൈഡ് കാണുന്നത് BPC. ഇവിടുത്തെ പെട്രോളിൻ്റെ വില എന്ന് പറഞ്ഞാൽ 96 രൂപയാണ് വരുന്നത്. ഞാൻ അന്നും അതെ ഇന്നും അതെ 50 രൂപ എടുക്കും ബൈക്കിൽ. ഒരു പെട്രോൾ പമ്പിലും എന്നോട് 10 പൈസ എന്നോട് കൂടുതൽ വെച്ചിട്ടുണ്ട്. നമ്മളിനി പോകുന്നത് ഗോവയിലെ ഒരു ഹിഡൻ പ്ലേസായ ക്യൂപ്പ എന്ന സ്ഥലത്തോട്ടാണ്. നമ്മൾ ഗൂഗിൾ മാപ്പിൽ നിന്ന് സെർച്ച് ചെയ്താൽ ഈ പറഞ്ഞ സ്ഥലങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അത്യാവശ്യം ഓഫ് റോഡൊക്കെ ഉള്ളൊരു നല്ലൊരു ക്ലിഫാണ് ക്യൂപ്പ. അപ്പോൾ ക്യൂപ്പയിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ഈ NH66 നിന്ന് ലെഫ്റ്റാണ് കയറേണ്ടത്. ഇവിടുന്ന് കയറി കഴിഞ്ഞ് കുറച്ച് ദൂരം നമുക്ക് വഴിയൊക്കെ മനസ്സിലാവും. പിന്നെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ മണ്ണിട്ട റോഡാണ്. അതുകൊണ്ട് ഗൂഗിൾ മാപ്പിലൊന്നും ലൊക്കേഷൻ കാണിക്കില്ല. നെറ്റ്വർക്ക് ഇഷ്യൂസും ഉണ്ട്. ഒരു T ജംഗ്ഷൻ വന്ന് ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇനിയിപ്പോൾ ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് ഒന്നും വഴിയില്ല. ഈ സ്ട്രെയിറ്റ് തന്നെ നമ്മൾ പോയാൽ മതി. കാറിൽ വരുന്നവർക്ക് ഇതാണ് ലാസ്റ്റ് പോയിന്റ്. ഇവിടുന്ന് മുമ്പിലോട്ട് കാറ് പോകില്ല. പക്ഷെ നമ്മുടെ ഇരിക്കുന്നത് ST അഡ്വഞ്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കല്ലും പുല്ലും മണ്ണും ഒന്നും പ്രശ്നമില്ല. ഓഫ് റോഡ് ബൈക്ക് ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വഴിയിൽ ഓഫായി കിടക്കാറുമുണ്ട്. നമുക്ക് മുമ്പ് ആരോ മുമ്പിൽ പോയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് അത്യാവശ്യം നല്ല ഓഫ് റോഡാണ്. സോ കെയർഫുള്ളായിട്ട് തന്നെ പോവുക. നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? നമ്മൾ ഏകദേശം സ്ഥലം എത്താറായിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് ഇവിടുന്ന് റൈറ്റിലോട്ട് കുറച്ച് ദൂരം കൂടി പോകണം. പക്ഷേ ഞാനിവിടെ ബൈക്ക് വെച്ചിട്ട് നടന്നാണ് പോകുന്നത്, വീഡിയോ എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി. നമ്മുടെ ഡെസ്റ്റിനേഷനിലുള്ള വഴി സിമ്പിളാണ്. കാരണം പുല്ല് മുളയ്ക്കാത്ത റോഡിൽ കൂടെ മാത്രം നടന്നു പോയാൽ മതി. വേറെ വഴിയൊന്നുമില്ല, ഇവിടെ ഒറ്റ വഴിയാണ്. നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നോർമലി ബൈക്ക് ഇവിടെ വരെ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. പക്ഷെ ഞാൻ ഇവിടെ വെച്ചിട്ട് നിങ്ങളെ സ്ഥലം കാണിക്കാൻ നടന്നാണ് വന്നത്. അങ്ങനെ
നമ്മൾ ആദ്യത്തെ പ്ലേസ് കവർ ചെയ്ത് നമ്മൾ വീണ്ടും നാഷണൽ ഹൈവേ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഇനി നമുക്ക് അടുത്ത പോകേണ്ട പ്ലേസാണ് ഡാപ്പോർട്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഡാപ്പോർട്ട് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് വഴി ചോദിച്ച് പോകേണ്ടി വരും. കാരണം ഗൂഗിൾ മാപ്പും കാര്യങ്ങളൊന്നും അവിടെ വർക്ക് ചെയ്യുമെന്ന് നമുക്കറിയില്ല. ഡാപ്പോർട്ട് എന്നൊരു ബോർഡ് മുന്നിൽ കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് കയറി നോക്കാം, എന്നിട്ട് നമുക്ക് ചോദിച്ചു പോകാം. മുന്നിലൊരു വീട് കാണുന്നുണ്ട്, നമുക്ക് അവിടെ ഒന്ന് വഴി ചോദിച്ചു നോക്കാം. अच्छा ये बीच जाने के लिए रास्ता कौन सी है? सीधा जाना क्या? എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. നമുക്കത് വഴി ചോദിക്കാൻ പോലും ഇവിടെ ആരെയും കിട്ടുന്നില്ല. നമ്മൾ പെട്ട അവസ്ഥയിലാണിപ്പോൾ. ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ റോഡുള്ളതായിട്ട് പോലും കാണിക്കുന്നില്ല. നമ്മളേതോ കാട്ടിക്കൂടെ പോകുന്നതായിട്ടാണ് അതിനകത്ത് കാണിക്കുന്നത്. ഇനി മുന്നിലുള്ള ഒരേ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ വഴി പറഞ്ഞു തന്ന ചേട്ടനെ പോയി നമുക്ക് തിരിച്ചു പോയി കാണാമെന്ന് മാത്രമാണ്. ലാസ്റ്റ് ചേട്ടനെ കണ്ട് വഴി മനസ്സിലാക്കി. ശരിക്കും ചേട്ടൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പിലുണ്ടായിരുന്ന വഴിയായിരുന്നു നമുക്ക് പോകേണ്ട വഴി. പുള്ളി പക്ഷെ നേരെ പോകാനാണ് എന്നോട് പറഞ്ഞത്. ये बीच जाने के लिए रास्ता कौन सी है? सीधा जाना क्या? बीच जाने के लिए रास्ता कौन सी? बीच डपोर्ट बीच इधर ही है। इधर तक है क्या? गाड़ी आगे नहीं जाएगी क्या? ഈ കാണുന്ന സ്ഥലം വരെ ബൈക്ക് പോകത്തുള്ളതാണ് ഇവർ പറയുന്നത്. ബാക്കി നമ്മൾ താഴോട്ട് നടന്നു പോകണമെന്നാണ് പറഞ്ഞത്. എന്താണെങ്കിലും ബൈക്ക് ഇവിടെ വെച്ചിട്ട് നമുക്കിനി നടന്ന് താഴോട്ട് പോകാം. KL രജിസ്ട്രേഷൻ കണ്ടപ്പോൾ ആൾ എന്നെ അവിടെ പിടിച്ചു നിർത്തി. എന്നിട്ട് കേരളത്തിലെ കുറേ കഥകളൊക്കെ ചോദിച്ചു. കേരളവും മലയാളികളൊക്കെ ഒത്തിരി ഇഷ്ടമാണെന്നാണ് ആൾ പറയുന്നത്. നമ്മളിപ്പോൾ നടക്കുന്ന വഴിയൊക്കെ നല്ല വൈബ് വഴിയാണ്. പക്ഷെ ശ്രദ്ധിക്കണം, പാമ്പും കാര്യങ്ങളൊക്കെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഒത്തിരി ആളുകളൊന്നും വരാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ കുറച്ച് ഡേഞ്ചറാണ്. ബീച്ചിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ നമുക്കിപ്പോൾ കിട്ടി. നല്ല വൈബാണ്. കാരണം ഈവനിങ് ടൈമും കൂടെയാണ്. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ലിപ്പാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ ഈ കമ്പിയിൽ പിടിച്ചിറങ്ങിയില്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ സ്ലിപ്പായി പോകും. കാരണം അതുകൊണ്ട് കുറച്ച് ഡേഞ്ചർ ആയതുകൊണ്ട് തന്നെ മാക്സിമം ഈ കമ്പിയിൽ പിടിച്ച് നമ്മൾ പതുക്കെ ഇറങ്ങുന്നതാണ് സേഫ്. ഞാനപ്പം ഇവിടുത്തെ പരിപാടി അവസാനിപ്പിച്ച് അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. അടുത്ത നമ്മൾ പോകുന്ന സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഗൽഗിബാഗ് ബീച്ചാണ്. ഏറുന്നത് ഇറങ്ങുന്നതെല്ലാം നല്ല ടാസ്ക്കാണ്. ഏറൊന്നുമല്ല, മണ്ണൊക്കെ ഇപ്പം നല്ല ഡ്രൈ ആയിരിക്കുന്നതുകൊണ്ട് സ്ലിപ്പാകാൻ നല്ല ചാൻസ് ഉണ്ട്. നമ്മുടെ വണ്ടിയും ഹെൽമെറ്റൊക്കെ അവിടെ സേഫായിട്ടുണ്ട് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, ഹെൽമെറ്റ് ഞാൻ ലോക്ക് ചെയ്തിട്ടാണ് പോയത്. കാരണം ഗോവയിലൊക്കെ ഹെൽമെറ്റൊക്കെ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ 10 നിമിഷത്തിൽ കാണാവൂ. വീണ്ടും നമ്മളങ്ങനെ നാഷണൽ ഹൈവേ 66 എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് പോകേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഗൽഗിബാഗ് ബീച്ചാണ്. ഇവിടുന്ന് റൈറ്റിലോട്ട് കാണുന്ന റോഡ് നമ്മുടെ കുട്ടിക്കാവ് വൈൽഡ് ലൈഫ്, അതുപോലെ തന്നെ നേത്രാവലി വാട്ടർഫോൾസ് ഒക്കെ പോകാനുള്ള വഴിയാണ്. നമുക്ക് ലെഫ്റ്റ് സൈഡിലെ സർവീസ് റോഡിലോട്ടാണ് കയറേണ്ടത്. നമ്മൾ ഈ മെയിൻ റോഡിൽ പോകുമ്പം എല്ലാ ബീച്ചുകളും, ഈ പറഞ്ഞ എല്ലാ ബീച്ചുകളും ഏകദേശം ഒരു 200 മീറ്റർ 300 മീറ്റർ ഗ്യാപ്പിലാണ് ഇരിക്കുന്നത്. അത് ഹൈവേയിൽ നിന്ന് 200 മീറ്റർ 300 മീറ്റർ ഉള്ളു. ഈ ഗൽഗിബാഗ് ബീച്ചിന് 2 സൈഡുണ്ട്. നമ്മളിപ്പോൾ പോകുമെന്ന് പറഞ്ഞാൽ കുറച്ച് ശാന്തമായിട്ട് കിടക്കുന്നൊരു സ്ഥലത്താണ്. അതുപോലെ തന്നെ മറ്റേ പോയിന്റ് എന്ന് പറയുമ്പം കുറച്ച് ക്രൗഡഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്.
വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്യുകയാണ്. ഇവിടെ പാർക്കിംഗ് ഫീയോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ മുന്നോട്ട് പോകും തോറും പാർക്കിംഗ് ഫീ കൂടിക്കൊണ്ടിരിക്കും. അതെങ്ങനെ കൊടുക്കാതിരിക്കാം, അതിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാമെന്നും കൂടെ ഞാൻ ഈ വീഡിയോ പറഞ്ഞു തരാം. ടൈം വേസ്റ്റ് ആക്കാതെ അടുത്ത സ്ഥലത്തേക്ക് ഞാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ ഞാൻ കുറച്ച് ലേറ്റായി. അടുത്ത നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ സൗത്ത് ഗോവയിൽ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സ് ആണെങ്കിലും മലയാളികളാണെങ്കിലും എല്ലാവരും ഇപ്പോൾ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ബീച്ചാണ് പാലോലം ബീച്ച്. അതുകൊണ്ട് തന്നെ ഗോവയിൽ വരുന്ന എല്ലാവരും നിർബന്ധമായിട്ടും പോയിരിക്കേണ്ട ഒരു ബീച്ച് തന്നെയാണ് പാലോലം ബീച്ച്. നമ്മൾ വീണ്ടും നാഷണൽ ഹൈവേയിൽ ജോയിൻ ചെയ്യുകയാണ്. ഇനി നമുക്ക് നേരെ സ്റ്റേറ്റ് നാഷണൽ ഹൈവേ കൂടിയാണ് പോകേണ്ടത്. ഇനിയാണ് നമ്മുടെ റൂട്ടിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നത്. നമ്മളിനി പോകുന്നത് നമ്മളെ നാഷണൽ ഹൈവേ കൂടെ അല്ല, അതിന് പകരം അതിന് പാരലായിട്ട് വേറെ റൂട്ട് കൂടെയാണ് പോകുന്നത്. ആ റൂട്ടിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ഒത്തിരി സ്ഥലങ്ങൾ, അതായത് ഹിഡൻ പ്ലേസ് ഒത്തിരി സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റും. പക്ഷേ നാഷണൽ ഹൈവേ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുറച്ച് റൂട്ട് മാറ്റി പിടിക്കാൻ പോകണമെങ്കിൽ ഇനി നമുക്ക് കടവണ പാലത്തിനവിടുന്ന് ലെഫ്റ്റാണ് പോകുന്നത്. ആക്ച്വലി ഇവിടുത്തെ നാട്ടുകാർ ഇതിനെ കൺകൺ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ മലയാളികൾ ഇത് വായിച്ചാൽ കറക്റ്റ് കണവണയാണ്. ഇവിടുന്ന് ലെഫ്റ്റ് കയറുകയാണ് നമ്മൾ. ഇവിടുന്ന് ലെഫ്റ്റ് കയറി നമ്മൾ നേരെ പാലോലം ബീച്ചാണ് പോകുന്നത്. അതിലെ നമ്മൾ തന്നെ കണക്ട് ചെയ്ത് തന്നെ വേറെ പാരലായിട്ട് വേറെ റോഡിൽ കൂടെ നമ്മൾ മുന്നോട്ട് പോയി ബെല്ലി എന്ന സ്ഥലത്താണ് ചെന്ന് കയറുന്നത്. ഗോവയിൽ ഫുഡിന് കഴുത്തിറങ്ങുന്ന റേറ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ നോർത്ത് ഗോവനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ കുറച്ചുകൂടെ റേറ്റ് കുറവാണ്. ഇവിടുത്തെ ബാർ ആൻഡ് റെസ്റ്റോറൻ്റ് ആണെങ്കിലും എല്ലാം ഏകദേശം നോർമൽ റേറ്റിലാണ് കൊടുക്കുന്നത്. ഇവിടുന്ന് ലെഫ്റ്റിലോട്ടാണ് നമുക്ക് ബീച്ചിലോട്ട് പോകേണ്ട വഴി. പക്ഷേ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 50 രൂപ പാർക്കിംഗ് ഫീ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രീ പാർക്കിങ്ങിലാണ് നമ്മൾ വണ്ടി വെക്കുന്നത്. ഇവിടെയാണ് ഞാൻ എപ്പോൾ വന്നാലും ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യുന്ന സ്ഥലം. ഇവിടെ നമ്മുടെ വണ്ടി സേഫായിട്ടിരുന്നോളും. ഇനി നമുക്ക് നടന്നുകൊണ്ട് കാഴ്ചകളൊക്കെ കാണാം. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ചെറിയ പബ്ബാണ്. ഇത് തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായുള്ളൂ. പക്ഷെ അതിനുള്ളിൽ തന്നെ പൂട്ടിപ്പോവുകയും ചെയ്തു. ഇപ്പോൾ അതൊരു റെസ്റ്റോറൻറ്റ് ബാർ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ്. രണ്ട് സൈഡിലും കടകളും റെസ്റ്റോറൻറ്റുമാണ് കാണുന്നത്. ഈ കടകളിലെയും റെസ്റ്റോറൻറ്റിലെയും ലൈറ്റുകളൊക്കെ കിടന്ന് മിന്നുന്നതല്ല, അത് ഞാൻ എൻ്റെ ക്യാമറയിൽ 60 FPS വീഡിയോ അറിയാതെ ഷൂട്ട് ചെയ്ത് പോയപ്പം അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് കിട്ടിയൊരു പണിയാണിത്. നമ്മൾ ബീച്ചിൻ്റെ അടുത്തോട്ട് നടന്ന് ചെല്ലും തോറും രണ്ട് കടകളിലെയും അതുപോലെ ഫുഡാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കും. ബീച്ചിൽ നിന്ന് എത്ര അകലെ പോകുന്നോ അത്രയും വില കുറവാണ്. ബീച്ചിൻ്റെ അടുത്തോട്ട് വരുന്നതോറും റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഗവൺമെൻറ് ലിക്കർ ഔട്ട്ലെറ്റ് ആണ്. നമുക്ക് ഡ്രിങ്ക്സ് കഴിക്കുന്നവരുണ്ടെങ്കിൽ അവിടെ വന്നു കഴിഞ്ഞാൽ വേറെ എവിടെ കയറി റെസ്റ്റോറൻറ്റ് കയറിയും ബാർ കയറി എല്ലാം കയറി കഴിഞ്ഞാൽ 3 ഇരട്ടി വിലയായിരിക്കും. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങി കഴിഞ്ഞാൽ കറക്റ്റ് MRP റേറ്റിൽ സാധനം കിട്ടും. ഇതാണ് നമ്മുടെ പാലോലം ബീച്ച്. ഇപ്പോൾ സമയം ഏകദേശം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ ബാഗ ബീച്ചിൽ കണ്ടുവരുന്ന പോലെ തന്നെ മിക്ക അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ അവിടത്തേക്കാട്ടിലൊക്കെ ഒത്തിരി റേറ്റ് കുറവാണ്. ഇവിടെ ഏകദേശം രാത്രിയാകുമ്പോൾ സെയിം വൈബ് തന്നെയാണ്. ബാഗ ബീച്ചിലൊക്കെ സെയിം വൈബ് തന്നെയാണ്. മ്യൂസിക് നൈറ്റ്സും അതുപോലെ ഡാൻസും പാർട്ടികളും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇവിടുത്തെ മെയിൻ അഡ്വഞ്ചർ ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ കായക്കിങ് തന്നെയാണ്. നമ്മൾ കയറി വരുമ്പോൾ ഇവന്മാർ നമ്മളെ വിളിച്ചുകൊണ്ട് പോകും. ഒരു 800 രൂപ 900 രൂപയൊക്കെ പറയും 2 പേർക്കും കൂടെ ഒരു കായക്ക്, ഡബിൾ കായക്ക്. പക്ഷെ നമ്മളിവിടെ 300 രൂപയ്ക്കാണ് ചെയ്യുന്നത്. പെർ ഹെഡ് 150 രൂപയാണ്. കാരണം നമ്മൾ പറഞ്ഞാൽ മാത്രമേ അവർ കുറയ്ക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാരുണ്ട്, നമുക്ക് മാറി മാറി വില ചോദിച്ചുകൊണ്ടിരിക്കും. എങ്ങനെയാണ് നമ്മൾ സ്ഥിരമായിട്ട് വരുന്നവരുണ്ടോ നമുക്കറിയാം. നമ്മളൊരിക്കലും കളിപ്പിക്കില്ല അവർ. 800 പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് 300-നാണ് കയറാറുള്ളത്. കണ്ണനടിച്ച് സെറ്റായിട്ട് ഒറ്റയ്ക്ക് കുറച്ച് സ്റ്റെപ്പൊക്കെ ഇടുന്നുണ്ട്.
ഇവിടുത്തെ ഷാക്കുകളൊക്കെ ഏകദേശം കോസ്റ്റ്ലിയാണ്. 4000 5000 നോർമലി പറയുന്നത്. നമുക്കാണെങ്കിൽ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ടേബിളിൽ പോയിരുന്ന് വെറുതെ 2 ഫോട്ടോ എടുത്തുകൊണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് തിരിച്ചു വരാം. അതിനവരൊന്നും പറയത്തില്ല. ഇനി ഞാൻ പോകുന്നത് എൻ്റെ ഇവിടുത്തെ ഏറ്റവും ഫേവററ്റ് പ്ലേസിലോട്ടാണ്. എന്ത് പണി കിട്ടിയാലും എന്ത് പോസ്റ്റ് വന്നാലും എന്ത് വിഷമം വന്നാലും ഞാൻ വന്നിരിക്കുന്ന പ്ലേസ് ഇതാണ്. ഇവിടെ ഇരുന്ന് കഴിയുമ്പോൾ പ്രത്യേക ഒരു സാറ്റിസ്ഫാക്ഷനാണ് എനിക്ക്. ഫൈനലി എൻ്റെ ഫേവററ്റ് സ്പോട്ട് എത്തിയിരിക്കുകയാണ്. പിന്നെ മേളിൽ കയറുക എന്ന് പറയുന്ന ഒരു ചെറിയ ടാസ്ക്കാണ്. കാരണം പാറയാണ്, പെട്ടെന്ന് കയറാൻ പറ്റത്തില്ല. സ്ലിപ്പായി പോകാതെ നമ്മൾ പിടിച്ച് വലിഞ്ഞ് വേണം അതിൻ്റെ മുകളിലോട്ടൊന്ന് കയറാൻ. ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ബീച്ചിലോട്ട് നോക്കിയാൽ നമുക്കൊരു ഹെലിക്യാം വ്യൂ ആണ് കിട്ടുന്നത്. ഒരു നൈസ് വ്യൂ ആണിത്. കാരണം ഇവിടെ വരുന്നവരാരും ഈ സ്പോട്ട് വരെ എത്താറില്ല. എല്ലാവരും ബീച്ചിൽ നിന്ന് തിരിച്ചു പോകാറുണ്ട്. ഇവിടെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ നല്ല വൈബാണ്. പാലോലം ബീച്ചിനെ നമുക്ക് ഫുള്ളായിട്ട് ഒറ്റ വ്യൂവിൽ കാണാനുള്ള ഏറ്റവും ബെസ്റ്റ് സ്പോട്ടാണ് ഈ സ്പോട്ട്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് പോയിന്റ് തൊട്ട് ഇവിടെ വരെയുള്ള പോയിന്റിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു കേർ ഷേപ്പിലാണ് ബീച്ച് ഇരിക്കുന്നത്. നമുക്ക് മൊത്തമായിട്ട് കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് ഇവിടെ ഇരിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പാറയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയാണ്. കാരണം വേറൊന്നുമല്ല, നമുക്ക് ഒത്തിരി സ്ഥലങ്ങൾ ഇനിയും കാണാനുണ്ട്. ഈ പാർട്ട് 1 ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഈ പാലോലം ബീച്ച് കൊണ്ട്. നമുക്ക് പാർട്ട് 2 നെക്സ്റ്റ് സ്പോട്ടിൽ നിന്ന് നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. അതിന് പകരം ഈ വീഡിയോ കണ്ട് 4 പേർക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായാൽ അത്രയും നല്ലത്. അത് മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിലും നല്ല സ്പോട്ടുകളാണ് ഇനി നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും നെക്സ്റ്റ് വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും കാണണം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പാർട്ട് 2 നമുക്കിനി കണ്ടുമുട്ടാം.